ഇത് ഉണക്കലരിയാണ് കേട്ടോ. ഈ ഉണക്കലരി വെച്ചിട്ട് നമുക്ക് അടിപൊളി പാൽപ്പായസം ഉണ്ടാക്കാം കേട്ടോ. സൂപ്പർ പായസം ഉണ്ടാക്കാം. അതിന് വേണ്ടത് നമുക്ക് 3 ലിറ്റർ പാലാണ്. അപ്പോൾ ഉരുളി അടുപ്പത്ത് വെച്ച് ചൂടായതിന് ശേഷം നമുക്ക് ഈ 3 ലിറ്റർ പാല് നമുക്ക് അതിൽ ഒഴിക്കാം. ഞാൻ ഒഴിച്ചിട്ട് ഈ പാലിൻ്റെ കൂടെ തന്നെ നമ്മൾക്ക് വേണ്ട ഒരു സാധനമാണ് പഞ്ചസാരയാണ് പിന്നെ വേണ്ടത്. രണ്ടാമത് പഞ്ചസാര. അപ്പോൾ പാലും പഞ്ചസാരയും മാത്രം നമുക്ക് ഈ പാൽപ്പായസത്തിന് വേണ്ടോ. അപ്പോൾ ഈ പാലിൻ്റെ കൂടെ തന്നെ നമ്മൾ ഈ പഞ്ചസാര ഇടണം. ആ പഞ്ചസാര പാലിൻ്റെ കൂടെ തന്നെ ഇട്ടിട്ട് വേണം നമുക്ക് പാലും പഞ്ചസാരയും കൂടെ വേണം നന്നായിട്ട് വേവിക്കാൻ. പാല് നന്നായിട്ട് വേവണം, കുറുക്കിയ പോലെ വേവണം. അത് അടിപിടിക്കുകയും ചെയ്യരുത്, തിളച്ച് പോവാനും പാടില്ല. അങ്ങനെ വേണം നമ്മൾക്ക് പാല് വേവിച്ചെടുക്കാനായിട്ട്. ഇപ്പോൾ തിളച്ച് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പാൽപ്പായസത്തിന് ഒരു ടേസ്റ്റും ഉണ്ടാവില്ല. ഒരു ചെറുതായിട്ട് പോലും അടി പിടിച്ചാൽ പാൽപ്പായസത്തിൻ്റെ ആ സ്വാദും പോവും, മണവും പോവും. അങ്ങനെ അപ്പോൾ ഇത് നമ്മളിങ്ങനെ കുറുകിക്കൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മളെന്താ ഒരു 250 ഗ്രാം അരി എടുത്തത് ഞാൻ കഴുകി വാരി വെച്ചതാണ് അരിപ്പയിലിട്ടിട്ട്. അത് നമ്മളിതിപ്പോൾ കുക്കറിൽ അത് ഇടുന്നത്. കുക്കറിലാണ് ഈ അരി വേവിക്കാനായിട്ട് ഏറ്റവും നല്ലത് കേട്ടോ. അപ്പോൾ എന്താ വെച്ചാൽ നന്നായിട്ട് വേവും കുക്കറിലിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പോൾ നമ്മൾ ഈ പായസത്തിൽ തന്നെ ഇട്ടിട്ട് വേവിക്കാൻ ഒട്ടും വേവില്ല. അപ്പോൾ നമുക്ക് 1 ഗ്ലാസ് അരിയാണ് എനിക്ക് ഉണ്ടായിരുന്നത്. അപ്പോൾ ഞാനൊരു 2.5 ഗ്ലാസ് വെള്ളമാണ് ഇപ്പോൾ എനിക്ക് കുക്കറിലേക്ക് ആവശ്യം വന്നേക്കണത്. നമുക്ക് അരി വേവിക്കേണ്ട വെള്ളം നമുക്ക് അറിയാമല്ലോ ഏകദേശം. അപ്പോൾ ഞാൻ 2.5 കപ്പ് വെള്ളമാണ് ഒഴിച്ചിരിക്കുന്നത്. എന്നിട്ട് അത് കുക്കർ അടച്ചിട്ട് ഞാൻ അടപ്പത്ത് വെച്ചിട്ട് ഒരു 4 വിസിൽ വരുന്നത് വരെയും ഞാൻ വേവിച്ചു. 4 വിസിൽ വരുന്നവരെ വേവിക്കുക. ആ 4 വിസിൽ വരുമ്പോഴേക്കും ഇതുപോലെ തന്നെ വെന്തുടഞ്ഞിട്ടുണ്ട്. കണ്ട, നന്നായിട്ട് ഈ പച്ചരി പോലെയുള്ളതാണല്ലോ. അപ്പം നന്നായിട്ട് വെന്തുടഞ്ഞു. ഇനി വെന്തുടഞ്ഞത് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പഞ്ചസാരയിലും പാലിലും തിളച്ചുകൊണ്ടിരിക്കുകയാണല്ലോ, അതിലേക്ക് നമ്മൾ ഇടുക. അപ്പോൾ അതൊരു കട്ട പിടിച്ച പോലെയാണ് നമ്മൾക്കത് കിട്ടുക. അപ്പോൾ അതുകൊണ്ട് കുഴപ്പമില്ല. അത് എല്ലാ ചോറും കൂടിയിട്ട്, അപ്പോൾ ഈ ചോറും കൂടിയിട്ട് നമ്മൾ ഉരുളിയിലിട്ടിട്ട് പാലും പഞ്ചസാരയും എല്ലാം കൂടിയിട്ട് നമുക്കിതിൽ മിക്സായിട്ട് ഈ അരിയിൽ കിടന്ന് അരി ആ പാലിലും പഞ്ചസാരയിലും കിടന്ന് നന്നായിട്ട് വേവണം. അത് വെന്ത് ഈ മധുരവും ഈ പാലും കൂടിയിട്ട് ഈ അരിയിൽ പിടിച്ചിട്ട് നല്ല സ്മെല്ലും ആവുന്നത് വരെ നമ്മൾ ഇളക്കി യോജിപ്പിച്ച് ഈ കട്ടയൊക്കെ പോകുന്നത് വരെ. ഇപ്പോൾ ഈ ചോറിൻ്റെ ഒരു കട്ട പോലെ, ചോറും കട്ട പോലെ നമ്മൾക്ക് എന്താ കഷ്ണമായിട്ട് കിടക്കണത്. അപ്പോൾ ഇതൊക്കെ നമ്മൾ ഇളക്കിയിട്ട് അടി പിടിക്കാണ്ട് കരിഞ്ഞു പോവാതെയും പുറത്തേക്ക് പാല് തിളച്ച് പോവാതെയും നമ്മൾ കൈയെടുക്കാതെ തന്നെ ഇളക്കിയാൽ മാത്രമാണ് പാൽപ്പായസത്തിന് ഏറ്റവും ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ ഒരു ശകലം പോലും തിളച്ച് പോയാലോ അല്ലെങ്കിൽ അടി പിടിച്ചാലോ ഒരു തരം മണവും ഉണ്ടാവില്ല, ടേസ്റ്റും ഉണ്ടാവില്ല. അപ്പം നമ്മളിത് ഈ കട്ട ഉടഞ്ഞ് അരി എല്ലാത്തിലേക്കും ഈ ചോറ് വെന്ത് ഈ പായസത്തിലേക്ക് ആവുന്നത് വരെ ഇളക്കി കഴിഞ്ഞ് കുറച്ച് നേരം കഴിയുമ്പോഴേക്കും അരിയും പാലും കൂടെ നല്ല സെറ്റായിട്ട് വരും. നല്ല കുഴമ്പ് പോലെ നല്ല രസമായിട്ട് വരും. അപ്പോൾ നമുക്ക് മെയിനായിട്ട് പാല് മുന്നിൽ നിൽക്കണം. അപ്പോൾ ഇതേപോലെ തന്നെ പാൽപ്പായസം കണ്ടോ, ഇതേപോലെ റെഡിയായി പാൽപ്പായസം. ഇത് ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. അങ്ങനെ നമ്മുടെ പാൽപ്പായസം റെഡി.